ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ നടൻ ശ്രീനിവാസൻ 69 വയസ്സ് അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ്. മലയാള സിനിമയെ കുടുകുട പൊട്ടിച്ചിരിപ്പിച്ച, കരയിപ്പിച്ച, പലതും ചിന്തിപ്പിച്ച, രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ജനങ്ങളിൽ ഉളവാക്കിയ അങ്ങനെ നിരവധി സിനിമകൾ, മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയ, മലയാളിയെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന ശ്രീനിവാസൻ്റെ തമാശകൾ ഒരുപക്ഷെ ഇപ്പോഴും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. ശ്രീനിവാസൻ, മോഹൻലാൽ കൂട്ടുകെട്ടൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ട് ആസ്വദിച്ചതാണ്. കുറച്ച് നാളുകളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 200ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഹാസ്യ നടനായും നായകനായും വെള്ളിത്തിരയിൽ തിളങ്ങി. നീണ്ട 48 വർഷത്തെ സിനിമയുടെ എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നടൻ ശ്രീനിവാസൻ്റേത്. അദ്ദേഹം കൈവച്ച മേഖലകളെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ, MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തിന് മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കി. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. വിമലയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. നടൻ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനുമാണ് 2 മക്കൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അടുത്ത സമയത്തും അദ്ദേഹം ചില ഇൻ്റർവ്യൂകളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി വളരെ മോശമായിരുന്നു. അദ്ദേഹം സംസാരിക്കാനൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നതൊക്കെ കണ്ടു. പക്ഷേ നമ്മളെപ്പോഴും പറയും, ഇപ്പോൾ നെടുമുടി വേണു മരിച്ചപ്പോഴും, KPC ലളിത മരിച്ചപ്പോഴും, തിലകൻ മരിച്ചപ്പോഴും, മുരളി മരിച്ചപ്പോഴും, രാജേന്ദ്ര പ്രസാദ് മരിച്ചപ്പോഴും, അങ്ങനെ സിനിമാ മേഖലയിലെ ശങ്കരാടി, തിക്കുറിശി, സത്യൻ, പ്രേംനസീർ, അങ്ങനെ സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ആളുകൾ മരിക്കുമ്പോഴും നമ്മൾ ഇവർക്കാർക്കും പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നെപ്പോഴും പറയും. ശ്രീനിവാസനെ സംബന്ധിച്ച് അത് ഒരു പടി മുന്നിൽ നിൽക്കും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം എഴുതിയ സിനിമകൾ, അദ്ദേഹം അഭിനേതാവ് മാത്രമല്ല, സിനിമയുടെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ച ഒരു വ്യക്തിത്വമാണ്. ഈ ഉദയനാണ് താരം സിനിമയിലൊക്കെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ദേഷ്യവും ഒരു ഇറിറ്റേഷനും, ഇയാൾ എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രം സൃഷ്ടിച്ചെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു. വടക്കുനോക്കി യന്ത്രത്തിൽ ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവ്, അവസാനം വരെയും ആ സംശയം മാറില്ല എന്ന് കാണിച്ചു തരുന്ന ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രം, തലയണ മന്ത്രത്തിൽ ഉർവശിയുടെ ഭർത്താവായി, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഭാര്യയുടെ വാക്കുകേട്ട് അമ്മയും സഹോദരനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാധാരണക്കാരനായ ഒരു കഥാപാത്രം, നാടോടിക്കാറ്റിൽ ഒരു മോഹൻലാലിനോടൊപ്പം ചേർന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു 2 ചെറുപ്പക്കാരുടെ കഥ. ആ ചെറുപ്പക്കാർ ഒരുപക്ഷെ ഇപ്പോഴും നമുക്കിടയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാവാം, കാണുന്നുണ്ടാകാം. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് രക്ഷപ്പെടാനായി കടൽ കടക്കാൻ തീരുമാനിക്കുന്ന ഓരോ മനുഷ്യരുടെ കഥ. അതുപോലെ ചിന്താവിഷ്ടയ ശ്യാമള എങ്ങനെ ജീവിക്കണം എന്നറിയാതെ തൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഏതൊക്കെ മേഖലകളിലൂടെ സഞ്ചരിക്കുമോ ആ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ച ആളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ശ്രീനിവാസൻ്റെ പല സിനിമകളും പല കഥാപാത്രങ്ങളും ഒക്കെ പഴയകാല സിനിമകളൊക്കെ നമുക്കത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സിനിമകളുമൊക്കെ. ഏതായാലും ഇത് സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളൊരു ഞെട്ടൽ തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹം അസുഖബാധിതനായി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അസുഖബാധിതനാണ്.
അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ക്ലിയർ അല്ലാത്ത രീതിയിൽ നമ്മൾ പല ഇൻ്റർവ്യൂസിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച 91 ഇറങ്ങിയ സന്ദേശ സിനിമ, അതിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം അത് ആനുകാലിക രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രീയത്തിനിടയിലാണെങ്കിലും ഒക്കെ അത് ഇപ്പോഴും ഏത് തരത്തിൽ, അതായത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്, ഇതാണ് രാഷ്ട്രീയക്കാർ എന്ന് കൃത്യമായി കാണിച്ചു തരുന്നത്. രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം സഹോദരനെയും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെയും പിന്നെ വസ്തുവകളൊക്കെ പിന്നെ എന്താ പറയുക പിന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി നശിപ്പിച്ച് കളയുമ്പോൾ, ഒരു ജോലി പോലും ഇല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കുമ്പോൾ അവസാനം രാഷ്ട്രീയക്കാർ പോലും ഇല്ലാതാകുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതിൽ നിന്ന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഓട്ടത്തിലാണ്. ഇതൊക്കെ ആ സമയത്തുള്ള ഈ സമയത്തും ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രചോദനമാണ്. പലരും രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ജീവിതം കളയുന്നവർക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ നേട്ടമുണ്ടാക്കാൻ ഒന്നും കഴിയാൻ ഒരുപാട് നാൾ ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് കുടുംബത്തിനും ഗുണമില്ല, നാടിനും ഗുണമില്ലാതെയൊക്കെ മാറുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ഒരു വല്ലാത്തൊരു പിന്നെ എന്താ പറയുക പിന്നെ സന്ദേശമാണ് ആ സന്ദേശ സിനിമയിലൂടെ അദ്ദേഹം നൽകാൻ ശ്രമിച്ചത്. ഉദയനാണ് താരവും അങ്ങനെ തന്നെയാണ്. സിനിമാ മേഖലയിൽ ഇതുപോലെ പലരും സ്ക്രിപ്റ്റ് എഴുതും, മറ്റു പലരും അത് ഉപയോഗിക്കും. സ്ക്രിപ്റ്റ് എഴുതിയ ആളിനെ പറ്റിച്ചുകൊണ്ട് മറ്റു പലരും അതെടുത്തുകൊണ്ട് പോയി അവർ സിനിമ ചെയ്ത് പടം വിജയിക്കും. അപ്പോൾ അത്തരത്തിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ചില കള്ളത്തരങ്ങൾ അതൊക്കെ പുറത്തു കൊണ്ടുവരാനൊക്കെ അദ്ദേഹം ശ്രമിച്ചില്ല. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മോഹൻലാല് ഏറ്റവും കൂടുതൽ മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്ത്, ഇടയ്ക്ക് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ ശ്രീനിവാസനെ പോലെ നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായ ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, അത് സിനിമാ ലോകം ഏത് തരത്തിൽ അതിനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അഭിനയിച്ച സിനിമകളിലൊക്കെ അദ്ദേഹം ചെറിയൊരു വേഷത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമുക്കൊരിക്കലും അത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഓടരുതമ്മ ആളറിയാം, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. സത്യം വിളിച്ചു പറയാം, അതായത് ആരെയും ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന ഒരു മനുഷ്യൻ. അത് ഇൻ്റർവ്യൂവിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവിടെ ഡിപ്ലോമാറ്റിക് ആവാതെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയാൻ, സത്യസന്ധമായി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു നടൻ, അതാണ് പിന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്രായമൊന്നുമില്ല അദ്ദേഹത്തിന്, 69 വയസ്സേ ഉള്ളൂ. ഇനിയും ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കേണ്ട, മലയാള സിനിമാ ലോകത്തിന് സമ്മാനിക്കേണ്ട ഒരു മനുഷ്യൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 48 വർഷക്കാലം നീണ്ടു നിന്ന സിനിമാ ജീവിതമാണ് അദ്ദേഹം. 200-ലേറെ സിനിമകൾ അഭിനയിച്ചു. ഈ അഴകിയ രാവണൻ സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ 100 എന്ന് മോഹൻലാൽ വിളിക്കുന്ന കഥാപാത്രം, അത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ആശകളൊക്കെ ആയിട്ട് സ്വപ്നം കാണുന്ന ഒരു 100, ആ 100-നെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തേന്മാവിൻ കൊമ്പിലെ കഥാപാത്രം എന്ന് പറയുന്നത്, അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ തന്ന, ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരു മടക്കം, അതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കലാകാരനെ കുറിച്ച് പറയാനുള്ളത്.